ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതേ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചായ കുടിച്ച് കഴിഞ്ഞാലാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അത് ഡെലിവറിക്ക് മുന്നായാലും ശേഷമായാലും ഞാൻ ചായ കുടിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. പൊന്നുമണി വന്നതിന് ശേഷം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ അവനിങ്ങനെ വാശി പിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇതേ ഒരു കുഴലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഇതേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടി കഴിയുമ്പോഴത്തേക്ക് അവൻ ദേ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് അറിയണേന്ന് അറിയില്ല, ഞാൻ എണീറ്റേൻ്റെ പിന്നാലേക്ക് തന്നെ അവൻ എണീക്കാറുണ്ട്. അങ്ങനെ ദേ എൻ്റെ മോൻ അങ്ങോട്ട് എണീറ്റ് വന്നു. അപ്പോൾ അവനെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ച് വാരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഓൾറെഡി വീട്ടിലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പൊന്നുമണീനൊന്ന് എടുക്കാനും പിടിക്കാനൊക്കെ ആളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറുതായിട്ട് ക്ലീനിങ്ങും അതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തേച്ചിട്ട് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് വരിക, അങ്ങനെയുള്ള ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഫുള്ള് പൊന്നുമണീനെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ പരിപാടികൾ. അങ്ങനെ ഞാൻ തലയിൽ നല്ല പോലെ ഒന്ന് കുളുകുളാന്ന് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനങ്ങനെ എണ്ണ തേക്കലോ നല്ല ഡീറ്റെയിൽഡായിട്ട് കുളിക്കലോ ഒന്നും തന്നെ നടക്കാറില്ല. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊക്കെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ തന്നെയാണ് സൈഡിൽ കൂടെ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണ തേച്ച് കുറച്ച് നേരമൊക്കെ തലയിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ണീനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ണീനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുളിപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഉറക്കി കെടുത്തിയതായിരുന്നു. പക്ഷെ ഉറക്കി അതിൻ്റെ ഉള്ളിൽ കെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ എണീറ്റു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. കയ്യിലിരുന്നിട്ട് എത്ര നേരം വേണമെങ്കിലും ഉറങ്ങിക്കോളും. പക്ഷേ താഴെ ഇങ്ങോട്ട് കെടുത്തി കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് തന്നെ എണീക്കും, അല്ലെങ്കിൽ പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റണില്ല, ഇവൻ അങ്ങനെ ഉറങ്ങി കിട്ടാത്ത കാരണം കൊണ്ടേ. പിന്നെ എന്തായാലും അവ ഉറങ്ങില്ല എന്ന് മനസ്സിലായപ്പോഴേ നേരെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മുണ്ടൊക്കെ മടക്കി കുത്തി ഇതേ ഉണ്ണീനെ എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കൊടുത്തിട്ട് പിന്നെ നേരെ ഞാൻ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു അരമണിക്കൂർ നീണ്ടു നിന്നിട്ടുള്ള കുളി തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുളിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഒന്നും തന്നെ ചെയ്യാറില്ല, ജസ്റ്റ് കണ്ണ് എഴുതുക, സിന്ദൂരട, അങ്ങനത്തെ മേക്കപ്പാണ് കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാറുള്ളത്. പക്ഷെ അതുപോലും ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഓടി വരുന്നത് ഇവൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കാറില്ല കേട്ടോ. ഇപ്പോൾ ചേട്ടനുള്ളതുകൊണ്ട് ഇതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ സിന്ദൂരൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പിന്നെ ഞാൻ ഇതൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ആയുർവേദ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ഡെയിലി എനിക്ക് പറ്റണ ദിവസങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ലൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അങ്ങനെ കുറിയൊക്കെ വരച്ച് ഞാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും നല്ല അടിപൊളിയായിട്ട് കുളിച്ചതിൻ്റെയും ഒക്കെ ഒരു ഫീല് കിട്ടണം കേട്ടോ. കുറേ ദിവസമായിട്ടൊരു പൂച്ചക്കുളിയായിരുന്നല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടിയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും ഉണ്ണീനെ നോക്കാൻ സുഖമല്ലേ, ഉണ്ണീനെ നോക്കാൻ സുഖമല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് ഡ്യൂട്ടി ചേട്ടന് കൊടുത്തപ്പോഴാണ് ചേട്ടന് മനസ്സിലായത് ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നുമണിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ അവനെ വിട്ടിട്ട് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം എപ്പോഴും അവൻ്റെ കൂടെ ഇരിക്കണ കാരണം കൊണ്ട് ഇങ്ങനെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഉണ്ണിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അങ്ങനെ നേരെ ത്രെഡ് ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വെണ്ടൂർ സെൻറ്ററിലുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ത്രെഡ് ചെയ്യാനായിട്ട് വന്നിരിക്കണത്. കുറേ നാളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ത്രെഡൊക്കെ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് പോണ വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, ഉണ്ണി സെറ്റായിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമോ, പാൽ കുടിക്കാണ്ട് എന്താ ചെയ്യാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അധികം നേരത്തേക്കൊന്നും വിട്ട് നിൽക്കാറില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ എന്തായാലും വീട്ടിലെത്തും. പിന്നെ പൊന്നുമണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണതിന് മുന്നേ ഞാൻ അവന് നല്ല രീതിയിൽ ഫീഡൊക്കെ ചെയ്തിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വലിയ അലമ്പൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ അവൻ്റെ മാമൻ്റെ അടുത്ത് നല്ല സെറ്റാണ്. മാമൻ പാട്ടൊക്കെ പാടി അവൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ സെറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ.
പിന്നെ എനിക്ക് കുറച്ച് നൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മെയിനായിട്ടും. അങ്ങനെ 2-3 ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഫീഡിങ് നൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മണ്ണമ്പെട്ടിയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഫീഡിങ് നൈറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ വീട്ടിലേക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി, അൽഫാം അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന പാടെ ഞാൻ ഉണ്ണിക്ക് ഫീഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഫുഡൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതേ മേടിച്ച ഐറ്റംസൊക്കെ ഞാനിങ്ങനെ പുറത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ മേടിച്ചതിൽ നമുക്ക് അൽഫാം മേടിച്ചതിൽ നമുക്ക് മയോണൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ആ ടൈമിൽ എൻ്റെ അനിയനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അവൻ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം പോയി 1 മണിയായപ്പോഴത്തേക്കും പോയിട്ട് 2 മണിക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ചേട്ടൻ വേഗം തന്നെ ഒന്ന് പടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ചേട്ടൻ വേഗം പോയിട്ടൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പൊന്നുമണിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ തോളിലൊക്കെ ഇട്ട് കൊണ്ട് നടന്ന് അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടന് ഏകദേശം ഒരു 3:30 ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാനായിട്ട് പോകണമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പോവായിട്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുട നിന്നാണ് വണ്ടി എടുക്കണത്. അപ്പോൾ ചേട്ടൻ എന്താ ജോലി എന്നൊക്കെ ഉള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് ഓടിക്കലാണ് കേട്ടോ, ബസ് ഡ്രൈവറാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ്. അപ്പോൾ അതേ ചേട്ടൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഓൾറെഡി ലീവാണ്. പിന്നെ എന്തോ പകരത്തിനുള്ള ചേട്ടൻ വൈകിട്ട് എങ്ങോട്ടോ പോവാണ്. അപ്പോൾ ചേട്ടൻ 3:30 ടൈമിൽ എടുത്തു കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊക്കെ വിട്ടു. അപ്പോൾ കുറേ ടൈം ചേട്ടൻ ഉണ്ടായിട്ട് പിന്നെ പോകുമ്പോണ്ടല്ലോ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് നന്നായിട്ട് മിസ് ചെയ്യും ഉണ്ണീനെ. ഇപ്പോൾ ഉണ്ണി ഉണ്ടായതിന് ശേഷം ചേട്ടൻ മാക്സിമം പറ്റണ സമയമൊക്കെ ഓടി വരും കേട്ടോ ഉണ്ണീൻ്റെ അടുത്തേക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പോയപ്പോൾ നല്ല വിഷമമായി. ഞാൻ മേടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ 2 നൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഷേപ്പാക്കണം. ഈ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇതാണ് ഫസ്റ്റ് നൈറ്റി. ഇത് രണ്ടാമത്തെ നൈറ്റി. പിന്നെന്താ പരിപ്പട. ഇത് ഞാനും ഉണ്ണിക്ക് മാമാരത്തിന്റെ ബോഡി വാഷ് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. കുറെ കടയിൽ തപ്പിയിട്ട് അത് കിട്ടിയില്ല. ലാസ്റ്റ് സെബാമണ്ടിന്റെ ഒരു കുഞ്ഞ ബോഡി വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിച്ചിട്ട് പോന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ, പോൺസിന്റെ മോയ്സ്ചറൈസർ. ഞാനിതാണ് കുറെ നാളായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ ഡൗവിൻ്റെ കണ്ടീഷണർ, കുഞ്ഞ് കണ്ടീഷണർ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം മേടിച്ചിട്ടുണ്ട്. അത് നല്ല സാധനമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഒരു ഐലൈനർ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ കുഞ്ഞ് പർച്ചേസ്. അരമണിക്കൂറിന് വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പക്ഷെ 1 മണിക്കൂറായിട്ടാ. അത്യാവശ്യം ചെറിയ മഴയിലും ഒക്കെ പെട്ട് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എത്തിയത്. അപ്പൊ ഈ ഐറ്റംസ് ആണ് ഇന്ന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരി. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഫേസ് പാക്കൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.